ഹായ് നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം നീറവൻകരയിലുള്ള റിനോൾട്ടിൻ്റെ ഷോറൂമിലാണ്. ഇന്നിവിടെ റിനോൾട്ടിൻ്റെ 7 സീറ്ററായ ട്രൈബറിൻ്റെ പുതിയ വെർഷൻ ലോഞ്ചിങ്ങാണ്. ന്യൂ ട്രൈബർ എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നതും ട്രൈബർ വണ്ടിയാണ്. ഏകദേശം 4 വർഷമായി ഞാനത് എടുത്തിട്ട് ഇന്ന് ട്രൈബറിൻ്റെ പുതിയ വണ്ടി ലോഞ്ചിങ് ചെയ്യുകയാണ്. അത് ലോഞ്ചിങ് ചെയ്യുന്നത് കവടിയാർ കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാൻ ആദിത്യവർമ്മ തമ്പുരാനാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കും പുതിയ ട്രൈബറിൻ്റെ വിശേഷങ്ങളിലേക്കും ഒക്കെയാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ റെനോ എന്ന് പറയുന്ന ബ്രാൻഡ് 125 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു മാനുഫാക്ചറിങ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. 1899 ഫ്രാൻസിൽ ആരംഭിച്ച റെനോ ഫ്രറസ് എന്ന പേരിൽ ഫ്രാൻസിൽ ആരംഭിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് നമ്മുടെ റെനോ. അതിനോടൊപ്പം ടർബോ ചാർജർ, മാനുവൽ ഗിയർ ബോക്സ്, ടെക്കി തുടങ്ങിയ ഒട്ടനവധി ഇൻവെൻഷനുകൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ച ഒരു ബ്രാൻഡ് കൂടിയാണ് റെനോ. നമ്മുടെ ഇന്ത്യയിലെത്തിയത് 2010 നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് റെനോയുടെ. റെനോ അന്നു മുതൽ തന്നെ ഏകദേശം 8ഓളം പുതിയ മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുകയും അതിലൂടെ 9.2 ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സിനെ സ്വന്തമാക്കുവാനും റെനോയ്ക്ക് സാധിച്ചു. കൂടാതെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ തലമുറയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ മോഡലുകൾ കൊണ്ടുവരാൻ എപ്പോഴും റെനോ ശ്രദ്ധിച്ചിരുന്നു. അതിലൊരു സെഗ്മെന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത് 2012 ഇറങ്ങിയ ഡസ്റ്ററാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നും വാഹന പ്രേമികൾക്കിടയിൽ വളരെയേറെ ഇഷ്ടമുള്ളൊരു വാഹനമാണ് റെനോ ഡസ്റ്റർ. ഒരു സാധാരണക്കാരന് ഒരു SUV സ്വന്തമാക്കാം എന്നുള്ള ഒരു സ്ട്രാറ്റജിയോടെയാണ് റെനോ ഡസ്റ്റർ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഒരു SUVയുടെ ഒരു നിര തന്നെ, പിന്നെ ആ ഒരു സെഗ്മെന്റിൽ തന്നെ കുറേയേറെ വാഹനങ്ങൾ പല മാനുഫാക്ചറിംഗ് നിന്നായിട്ട് പുറത്തോട്ടത്. ഡസ്റ്ററിന് ശേഷം പിന്നെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ന്യൂ സെഗ്മെന്റ് ക്രിയേറ്റർ വാഹനമാണ് നമ്മുടെ റെനോ ട്രൈബർ. ആദ്യമായി ഇന്ത്യൻ വിപണിയിലെ ഒരു B സെഗ്മെന്റ് വാഹനത്തിൽ 7 അഡൽട്ട് സീറ്റ് വരുന്ന ഒരു MPV വാഹനമാക്കി റെനോ പുറത്തിറക്കിയ ആദ്യത്തെ കാറ് ട്രൈബർ ആയിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആ ട്രൈബറിൻ്റെ പുതിയ ഒരു പതിപ്പായ എന്നാണ് നമ്മുടെ പുതിയ ട്രൈബർ എത്തുന്നത്. പലരും പറയുന്നുണ്ട് ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണ് എന്നൊക്കെ. പക്ഷേ റെനോയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വാഹനമായാണ് റെനോ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. അതിന് കാരണം ആ ക്യാപ്ഷനിൽ തന്നെ ഉള്ളതാണ്. ഓൾ ന്യൂ ട്രൈബർ എന്നുള്ള രീതിയിൽ തന്നെയാണ്, ഓൾ ന്യൂ മോഡൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം എല്ലാ അർത്ഥത്തിലും പുതിയ ട്രൈബർ ഒരു ന്യൂ മോഡൽ തന്നെയാണ്. കാരണം അതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇപ്പോൾ നമുക്ക് അൺവീലിംഗ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ ഒരു SUVയുടെ ലുക്കിലാണ് ഫ്രണ്ട് ഫേസിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റിയർ ടെയിൽ ലാമ്പ് ബാക്കി കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഡിസൈൻസ്. പിന്നെ ഇൻറ്റീരിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീച്ച് ഇൻറ്റീരിയേഴ്സ് കുറച്ചുകൂടെ പ്രീമിയം ടച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ബീച്ച് ഇൻറ്റീരിയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ന്യൂ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അനുസൃതമായിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ സ്പീഡ് ലിമിറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
ഫ്രണ്ട് ഫോഗ് ലാംപ്സ്, ഓട്ടോ ഹെഡ് ലാമ്പ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് തുടങ്ങിയ എല്ലാ രീതിയിലുമുള്ള ന്യൂ ഫീച്ചേഴ്സ് ആണെങ്കിലും ന്യൂ മോഡൽസ് ആണെന്നുണ്ടെങ്കിലും പുതിയ ഒരു വാഹനമായി തന്നെയാണ് റെനോ ഇന്ത്യൻ വിപണിയിൽ ട്രൈബറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ ട്രൈബറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വേരിയൻ്റ് എല്ലാം തന്നെ ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നിരുന്നത്. നമുക്കറിയാം RXE, RXL, RXT എന്നുള്ള രീതിയിലാണ് വേരിയൻറ്റുകളെ തിരിച്ചിരുന്നത്. അവിടെയും ഒരു പുതുമ കൊണ്ടുവരാൻ റെനോ ശ്രദ്ധിച്ചിരുന്നു പുതിയ ട്രൈബറിൽ. അതിൽ നമുക്ക് ഓതൻറ്റിക്, എവല്യൂഷൻ എന്നിങ്ങനെ 4 വേരിയൻറ്റുകൾ, ഇമോഷൻ എന്നിങ്ങനെ 4 വേരിയൻറ്റുകളിലായിട്ടാണ് പുതിയ ട്രൈബറും എത്തുന്നത്. ആദ്യമായി താമസിച്ച് കയറിക്കുന്നു. സോറി, ഇവിടെ ട്രാഫിക് ജാമിൽ ഒരു വഴിയില്ലായിരുന്നു. ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ സമയത്ത്. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ സർ. ഒരു രാജപ്രതീതി കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പ്രോഗ്രാം ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആദിത്യവർമ്മ തമ്പുരാൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമുക്ക് അദ്ദേഹം സംസാരിച്ച ഞാൻ കൂടെ ആരും ബോറടിപ്പിക്കുന്നത്, നമുക്ക് ഈ വണ്ടി എല്ലാവർക്കും നമുക്ക് നേരിട്ട് കണ്ട് നമുക്ക് വണ്ടി ആസ്വദിക്കാം. അപ്പോൾ നല്ലൊരു ചോയ്സ് ആയിരിക്കും. വിഷ് യു ഓൾ എ സേഫ് റൈഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു സർ. പഴയ ട്രൈബറിനെ അപേക്ഷിച്ച് പുതിയ ട്രൈബറിൽ കുറച്ച് സ്പെഷ്യൽ ഫീച്ചർ കൂടി വരുന്നുണ്ട്. 6 എയർ ബാഗ്സാണ് ഇതിൽ വരുന്നത്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുണ്ട്, ക്രൂയിസ് കൺട്രോളർ, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ് ലാമ്പ് തുടങ്ങി വില കുറവിലുള്ള ഒരു കംപ്ലീറ്റ് സെൻസർ സിസ്റ്റം വണ്ടിയാണ് റിനോൾട്ട് ട്രൈബർ.
4 വേരിയൻറ്റുകളാണ് ന്യൂ ട്രൈബറിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും പേരും വിലയും കൂടി പറയാം. ആദ്യത്തേത് ട്രൈബർ ആതൻറ്റിക് എന്നാണ്. അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 6.30 ലക്ഷമാണ്. ഓൺ റോഡ് വരുമ്പോൾ 7.42 വരും. രണ്ടാമത്തേത് ട്രൈബർ എവല്യൂഷൻ എന്നാണ്. അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 7.25 ലക്ഷം. ഓൺ റോഡ് 8.52 ലക്ഷം വരും. മൂന്നാമത്തേത് ട്രൈബർ ടെക്നോ എന്നാണ് പേര്. ഷോറൂം പ്രൈസ് 8 ലക്ഷവും ഓൺ റോഡ് 9.32 നാലാമത്തെ ടോപ്പ് വേരിയൻറ്റ് ട്രൈബർ ഇമോഷൻ എന്നാണ് പേര്. ഷോറൂം പ്രൈസ് 8.65 ലക്ഷവും ഓൺ റോഡ് വരുമ്പോൾ 10,47,000 രൂപയും വരും. ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തിരുവനന്തപുരം ഷോറൂമിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്.